നാറ്റോ, ദ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ 1949 രൂപീകരിക്കപ്പെടുന്നു. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ, ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, സോവിയറ്റ് യൂണിയൻ്റെ ഇമ്പീരിയലിസം, മാത്രമല്ല ഈസ്റ്റ് വെസ്റ്റ് ജർമ്മൻ റീയൂണിഫിക്കേഷന് എതിരായി നിൽക്കുന്ന സോവിയറ്റ് ഐഡിയോളജി, ഇതിനെയെല്ലാം കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂറോപ്പും അമേരിക്കയും തമ്മിൽ കൂടിച്ചേർന്ന് ഉണ്ടാക്കിയ ഒരു അലൈഡ് ഫോഴ്സാണ് നാറ്റോ. നാറ്റോ സ്ഥാപിതമാകുന്നു. നാറ്റോ യൂറോപ്പിലെ പ്രബലമായ ഒരു സൈനിക ശക്തിയായിട്ട് മാറുന്നു. 1999 നാറ്റോ വളരെ വ്യക്തമായ ഒരു മിലിറ്ററി ആക്ഷനിലേക്ക് വരുന്നത്. യൂറോപ്പിലെ സെർബിയയിലുള്ള ബെൽഗ്രേഡ് എന്ന് പറയുന്ന തലസ്ഥാനം 80 ദിവസം തുടർച്ചയായിട്ട് നാറ്റോ ബോംബിംഗ് നടത്തി. നാറ്റോയും അമേരിക്കയും ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടു. ദ റീസൺ വാസ് സെർബിയയിൽ ഉണ്ടായിരുന്ന ദ പ്രോ റഷ്യൻ ഗവൺമെൻറ്റിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു പ്രോ വെസ്റ്റ് ഗവൺമെൻറ് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ അജണ്ട. അതിനുശേഷം നാറ്റോ ആൻഡ് യു എസ് സഖ്യം ദ അറ്റാക്ക് ലിബിയ, അവർ ഗദ്ദാഫിയെ കൊന്നുകളഞ്ഞു. പിന്നെ നാറ്റോ സപ്പോർട്ടഡ് യു എസ് ഫോർ ഇറാഖ് വാർ. നാറ്റോ അങ്ങനെ പത്തിഫിൽ സപ്പോർട്ട് ചെയ്തതിൽ കൂടെ നാറ്റോ ഷെയർഡ് മിലിറ്ററി ഇൻ്റലിജൻസ് ആൻഡ് എക്സ്റ്റേണൽ നേവൽ സപ്പോർട്ട്, അങ്ങനെ പല കാര്യങ്ങളും നാറ്റോ സപ്പോർട്ട് ചെയ്തു യു എസിനെ. ദെൻ നാറ്റോ സപ്പോർട്ടഡ് അഫ്ഗാനിസ്ഥാൻ, നാറ്റോ സപ്പോർട്ടഡ് ഇറാൻ. അങ്ങനെ നാറ്റോയും യു എസും ദേ വെർ എൻജോയിങ് ദ ഈസി വിക്ടറീസ് ഫോർ ദ പാസ്റ്റ് 30 years ടിൽ ദേ കെയിം ഇൻ ടു യുക്രൈൻ. അങ്ങനെ 2014 യുക്രൈനിലുണ്ടായിരുന്ന ഒരു പ്രോ റഷ്യൻ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുകയും അവിടെ ഒരു പ്രോ വെസ്റ്റ് ഗവൺമെൻറ് സ്ഥാപിച്ച് വ്ളാഡിമിർ സെലൻസ്കി അവിടെ പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ വരികയും ചെയ്യുന്നു. ആ സെയിം ടൈം തന്നെ റഷ്യ വാസ് സെൻസിങ് എ ഡേഞ്ചർ. റഷ്യ സെഡ് ഡോണ്ട് എൻ്റർടൈൻ യുക്രൈൻ ഇൻ യൂറോപ്യൻ യൂണിയൻ. പക്ഷേ നാറ്റോ അത് ചെവിക്കൊള്ളുന്നില്ല. ദെയർ പ്ലാൻ വാസ് ടു എക്സ്പാൻഡ് നാറ്റോ ഫ്രം പോളിഷ് ബോർഡർ ടു യുക്രൈൻ ബോർഡർ ബിക്കോസ് ദെയർ മെയിൻ ത്രെറ്റ് വാസ് റഷ്യ നൗ. അങ്ങനെ റഷ്യ 2014 ക്രിമിയ അറ്റാക്ക് ചെയ്ത് അത് അനക്സ് ചെയ്യുന്നു. ബിക്കോസ് നൗ റഷ്യ ഹാസ് ടു ടേക്ക് ആക്ഷൻസ് നൗ. അങ്ങനെ അതിനുശേഷം യുക്രൈൻ്റെ നാറ്റോയിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പിന്നെ സ്പീഡപ്പ് ആകുന്നു. അങ്ങനെ 2022 റഷ്യ സ്റ്റാർട്ട് അറ്റാക്ട് യുക്രൈൻ മിലിറ്ററി. അങ്ങനെ യുക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്യുന്നു. ആക്ച്വലി യു എസും യൂറോപ്പും ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അവർ ഈ വാറിലേക്ക് ഭാഗം ചേർന്നു. യു എസും യൂറോപ്പും നാറ്റോയും യുക്രൈനെ മിലിറ്ററി ആയിട്ടും മിലിറ്ററി ഹാർഡ്വെയർ, പണം, മിലിറ്ററി ഇൻ്റലിജൻസ്, ഇലക്ട്രോണിക് ഇൻ്റലിജൻസ്, ജിയോ പൊളിറ്റിക്കൽ സാങ്ഷൻസ്, പ്രഷർ, ഇതെല്ലാം കൊടുത്ത് സഹായിച്ചു. എന്നിട്ട് 3 വർഷം കൊണ്ട് ഈ വാറിൽ യുക്രൈൻ ഒന്നും നേടാൻ പറ്റിയില്ല. യുക്രൈൻ ഹാസ് ലോസ്റ്റ് ഇറ്റ് 27% ഓഫ് ലാൻഡ്, ഇറ്റ് മിലിറ്ററി അസറ്റ്സ്, ഇറ്റ്സ് കോൺഫിഡൻസ് ആൻഡ് എവറിത്തിങ്. ബിക്കോസ് നാറ്റോയും യു എസും റഷ്യയെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. റഷ്യ ഈസ് നോട്ട് സെർബിയ, റഷ്യ വാസ് നോട്ട് ഇറാഖ് ഓർ ഇറാൻ ഓർ അഫ്ഗാനിസ്ഥാൻ. റഷ്യ ഈസ് എ വെരി സൊഫിസ്റ്റിക്കേറ്റഡ്, കോംപ്ലിക്കേറ്റഡ് മിലിറ്ററി ഗെയിൻസ്. അങ്ങനെ റഷ്യയുടെ മുമ്പിൽ മുഖം നഷ്ടപ്പെട്ട് തകർന്നു പോയ ഒരു സൈനിക ശക്തിയാണ് നാറ്റോ.